അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ചെയ്തിട്ട് വീഡിയോസൊക്കെ. അപ്പോൾ ഇന്ന് ഓഫ് ഡേ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉപ്പുമാവാണ് ചെയ്യുന്നത്. കുറേ ദിവസമായി റവ വാങ്ങിച്ച് വെച്ചിട്ട്. ഇപ്പോൾ സാധാരണ നമ്മളിവിടെ വീക്ക് ഡേയ്സിൽ അങ്ങനെ അധികം ചെയ്യാറില്ല ബ്രേക്ക്ഫാസ്റ്റ്. എപ്പോഴും ബ്രെഡ് ടോസ്റ്റോ വാഫിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് നമ്മൾ ടോസ്റ്റ് ചെയ്ത് കഴിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് സമയം കിട്ടത്തില്ല, അതാണ് കാരണം. അപ്പോൾ ഞാൻ ഇന്നിപ്പം ഓഫ് ഡേ ആയതുകൊണ്ട് വിചാരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്ന്. മിക്കവാറും അങ്ങനെയാണ്, ഒഴിവ് ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ വെക്കും. അപ്പോൾ ഇതിപ്പം ഉപ്പുമാവിനായിട്ട് ഞാൻ 2 ക്യാരറ്റൊക്കെ എടുത്ത് ഇഞ്ചി പച്ചമുളക് അങ്ങനെ അതിലേക്ക് ഇടാനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ പഴമില്ല. അപ്പോൾ പഴം കൂട്ടി കഴിക്കാനാണ് കുറച്ചുകൂടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാരയോ പപ്പടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഉപ്പുമാവ് ചെയ്ത് വെക്കാം. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചെയ്ത് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ പുട്ട് അവിച്ചാലും കുറച്ച് തോനെ പുട്ട് അവിക്കും. കാരണം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതലും രാവിലെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇവിടുന്ന് ഒരു 5:45 ആകുമ്പോൾ ഇറങ്ങും. പിന്നെ ഞാൻ തിരിച്ച് വരുമ്പം ഉച്ചയാവും, ഒരു 3 മണിയൊക്കെ അടുപ്പിച്ചാവും. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് പോകാൻ സമയമാവും. അതുകൊണ്ട് ഇങ്ങനെ ടൈമും അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിൽക്കുന്ന ദിവസങ്ങളിലാണ് നമ്മളിങ്ങനെ സാധാരണയായിട്ട് കുറച്ച് കുക്കിങ്ങൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം കുട്ടികൾ ഓരോരുത്തർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഒരാൾ എന്തോ ടോസ്റ്റാണ് കഴിക്കുന്നത്. ഇപ്പം ഉപ്പുമാവ് എല്ലാവർക്കും അത്ര അങ്ങോട്ട് പിടുത്തമല്ല. അപ്പം ഞാനും ഹസ്ബൻഡുമാണ് കൂടുതലും കഴിക്കുന്നത്. പിന്നെ പഴം ഉണ്ടെങ്കിൽ ഇളയാൾ കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ പഴം ഇല്ലാത്തതുകൊണ്ട് വന്ന് നോക്കിയിട്ടൊക്കെ ഉപ്പുമാവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും ഉപ്പുമാവിൻ്റെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 2 ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉഴുന്നൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണമൊക്കെ ഉണ്ട്. ഇങ്ങനെ വേണ്ടേ ഇത്രയും ഞാൻ ചെയ്തു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആവശ്യമില്ല, പക്ഷേ ഞാൻ 2 ദിവസത്തേക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നു. കുറേ നേരം കൊണ്ട് ഞാൻ പറയുന്നു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്ന്. അപ്പോൾ അവരുടെ ബണ്ണിയും കൂടെ ഉണ്ട്, ഓറിയോ ഉണ്ട്. അപ്പോൾ അവനെയും കൂടെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വന്ന് ഇരിക്കുമ്പോൾ അവനെ എടുക്കും. അപ്പോൾ അവനും വന്നിരിക്കുന്നത് അവന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നും പറഞ്ഞാണ് അവനും ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവൾ ഇളയാൾ അവനുള്ള ട്രീറ്റ് ഉണ്ട്. അത് എപ്പോഴും കൊടുക്കില്ല, ഇങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ 2 നേരമൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത് കിട്ടിയ അവന് ഭയങ്കര സന്തോഷം. ഓടുന്നതുണ്ട, ഓടിപ്പോയി അവിടെ ഒരു മൂലയ്ക്ക് ഹൈഡ് ചെയ്തിരുന്നിട്ട് അത് കഴിക്കും. അത് കഴിച്ചിട്ട് പിന്നെ അവൻ കറങ്ങി കറങ്ങി വരും കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷെ അതങ്ങനെ ഒരുപാട് കൊടുക്കില്ല. അങ്ങനെ അത് ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോരുത്തർ അടുക്കളയിലോട്ടൊക്കെ കയറി തുടങ്ങി കഴിക്കാൻ വേണ്ടി. ഒരാൾ ടോസ്റ്റ്, ഒരാൾ സീരിയൽ അങ്ങനെയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാനും ഹസ്ബൻഡും നമ്മുടെ ഉപ്പുമാവ് തന്നെ കഴിച്ചത്. കുറേ ദിവസം കൊണ്ട് പുട്ട് അവിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അതും ഇതുവരെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ പുട്ടും കൂടെ അവിക്കണം. പഴം വാങ്ങിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ മൂത്ത മോള് പക്ഷേ അവിടെ എല്ലാം ഒന്ന് വാക്യൂം ചെയ്തൊക്കെ ക്ലീൻ ചെയ്യുന്നു. ആ സമയം എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് ത്രെഡ് ചെയ്യാൻ പോകാമെന്നും പറഞ്ഞ്. അങ്ങനെ ഞാനും അങ്ങോട്ട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും വരുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനും ഓടിപ്പോയി ഒന്ന് ഡ്രസ്സ് ചെയ്ത് സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് സിസ്റ്ററിനെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറാണ്. ഇവിടെ ഞങ്ങൾ സ്ഥിരം വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ത്രെഡ് ഒരുപാട് ഇങ്ങനെ പിരിയം വളർന്ന് കിടക്കുന്നത് കേട്ടോ. സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ മാറി മാറിപ്പോയി. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഷോപ്പിലും കൂടെ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാനും അങ്ങ് വിട്ട്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് സിസ്റ്ററിനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ തലേന്ന് രാത്രി ഞാൻ ദോശയ്ക്ക് ആട്ടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അങ്ങ് മറന്നുപോയി. അപ്പോൾ രാവിലെ തന്നെ ആറ്റില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് ആട്ടി എടുക്കുന്നതാണിത്. അങ്ങനെ അപ്പോൾ ദോശയും ഈ പറഞ്ഞ കണക്ക് വീക്കെൻഡ് അല്ലെങ്കിൽ നമുക്ക് ഓഫ് ഡേയ്സ് ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇത് കണക്ക് ആട്ടി എല്ലാം ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ നമുക്ക് രാത്രിയോ പെട്ടെന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ദോശയൊക്കെ ചുടാം. അതിന് വേണ്ടി ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള ഫിഷ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ അതിനെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ, അത് ദേ ഇവിടെ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു. അങ്ങനെ സാമ്പാറും ഫിഷ് കറിയും പിന്നെ എന്താ വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നത്, ഫിഷ് ഫ്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ പിന്നെ ഫിഷ് കറിക്കായിട്ട് ഇങ്ങനെ തേങ്ങ അരച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ എന്താ 2 മുരിങ്ങ, പിന്നെ ഇച്ചിരി മാങ്ങ ഉണ്ടായിരുന്നു, പച്ചമാങ്ങ, അതൊക്കെ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചു എടുത്തു. തേൻ്റെ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കടുമാങ്ങ കഴിഞ്ഞ ആഴ്ച ഇട്ടതുണ്ടായിരുന്നു. ഫിഷ് കറിയും പിന്നെ സാമ്പാറും. അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കഴിച്ചു. കുട്ടികൾ അങ്ങനെ അധികം ചോറ് തിന്നത്തില്ല. ഇപ്പോൾ ഇത് ബ്രദറിൻ്റെ മോളാണ്, അപ്പോൾ അവൾക്ക് ഫിഷ് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ കഴിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തിനോ വന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേക്കും വീണ്ടും ഫ്രിഡ്ജിൻ്റെ അകം നിറച്ചും പൊടിയൊക്കെ കിടക്കുന്നു. അത് ഓരോ സാധനം എടുക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ളതാണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ മുകളിലോട്ട് എന്തെങ്കിലും എടുത്ത് വെക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ ഉടനെ തന്നെ പിന്നെ അവിടെ നിന്ന് തുടയ്ക്കാമെന്ന് വെച്ച് വീണ്ടും തുടച്ച്. ഇതെനിക്ക് സ്ഥിരമുള്ള പണിയാണ് കേട്ടോ. എപ്പോഴും വന്ന് ഫ്രിഡ്ജ് തുറന്നാലും എനിക്ക് പിന്നെ ഇത് ക്ലീൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. ക്ലീൻ ചെയ്തിട്ടാണ് വെക്കണം. ഇവിടെ ഞങ്ങൾ ഗ്രോസറി വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഗ്രോസറിയൊക്കെ വാങ്ങിക്കുമ്പം വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ഇതിൻ്റെ അകത്താണ് എല്ലാം വെക്കുന്നത്. ചിലവർ ഇനിയിപ്പോൾ സമ്മറാകുമ്പോൾ ഞാൻ അധികം ഇങ്ങനെ ഫ്രിഡ്ജിൽ വാങ്ങിക്കാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഒരു ട്യൂഷൻ സെൻറ്ററിൽ. അപ്പോൾ 2 പേരും കൂടെ പോവുകയാണ്. എൻ്റെ ഇളയാളും എൻ്റെ ബ്രദറിൻ്റെ മോളും കൂടെ ഇറങ്ങുന്നു. അങ്ങനെ ഞാൻ വന്ന് ഡോറ് അടയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അവരിതേ പോന്നു. പിന്നെ അതേപോലെ വെളിയിലുള്ള മഞ്ഞൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി സ്നോ വീഴില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ട് 2 ദിവസം മുമ്പൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്നോ ഉരുകുന്നു. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്ത സമയത്ത് സ്നോ നന്നായിട്ട് ബാക്ക് യാർഡിലൊക്കെ സ്നോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ്.